Hey, I am Muhammad Adil. Information is the oil of the 21st century. ഡാറ്റ എന്നത് ഈ 21-ാം നൂറ്റാണ്ടിൽ അത് ഓയിലാണ് എന്ന് പറഞ്ഞു വച്ചത് ഗാർട്ട്നർ എന്ന ലോകത്തിലെ ഒരു റിസർച്ച് കമ്പനിയുടെ സീനിയർ വൈസ് പ്രസിഡൻറ്റ് പീറ്ററാണ്. എന്തുകൊണ്ടായിരിക്കും പീറ്റർ ഈ 21-ാം നൂറ്റാണ്ടിലെ ഡാറ്റ ഓയിലിനോട് ഉപമിക്കാനുള്ള കാരണം നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? കാരണം നമ്മുടെ തൊട്ടു മുമ്പുള്ള നൂറ്റാണ്ടുകളിൽ ഓയിലായിരുന്നു ഒരു ഇൻഡസ്ട്രിയൽ റെവല്യൂഷന് കാരണമായത്. മാത്രമല്ല, ഈ മരുഭൂമിയിലുള്ള ഒട്ടനവധി രാജ്യങ്ങളുടെയും എക്കണോമിക് ഡെവലപ്മെൻറ്റിനെ സപ്പോർട്ട് ചെയ്യുന്നതും ഈ ഓയിലിൽ നിന്നുള്ളൊരു റെവല്യൂഷനാണ്. അതുപോലെ തന്നെ ഈ 21-ാം നൂറ്റാണ്ടിൽ ഡാറ്റയായിരിക്കും ഒരു റെവല്യൂഷന് കാരണമാകണം എന്നാണ് പീറ്റർ പറഞ്ഞു വെച്ചത്. നിങ്ങൾ നോക്കൂ, ഈ AI പോലെയുള്ള മെഷീൻ ലേണിംഗ് പോലെയുള്ള കാര്യങ്ങളെ ട്രെയിൻ ചെയ്യിപ്പിക്കണമെങ്കിൽ അതിന് ഡാറ്റ വേണം. ഇന്ന് ഡാറ്റ വെച്ചിട്ടാണ് ഈ AIനെ ട്രെയിൻ ചെയ്യിപ്പിക്കുന്നത്. നമുക്കറിയാം, ഈ ഒരു നൂറ്റാണ്ടിലെ ഏറ്റവും വലിയൊരു റെവല്യൂഷനായിട്ട് തന്നെ നമുക്ക് AIനെ രേഖപ്പെടുത്താം. ഈ AIയിൽ മൈക്രോസോഫ്റ്റ് പുതുതായിട്ട് കൊണ്ടുവന്നൊരു മോഡലാണ് മൈക്രോസോഫ്റ്റ് വാസ 1. ഈ വാസ 1ൻ്റെ പ്രത്യേകത നമ്മുടെ ഒരു പിക്ചറും അതുപോലെ തന്നെ നമ്മുടെ വോയിസിൻ്റെ ഒരു ചെറിയ പീസും മാത്രം കെട്ടിക്കഴിഞ്ഞാൽ, നമ്മുടെ വോയിസിൻ്റെ ഒരു പീസ് ഓഫ് വോയിസ് ആൻഡ് 1 പിക്ചർ ഇത് മാത്രം കെട്ടിക്കഴിഞ്ഞാൽ തന്നെ അതിൽ നിന്ന് ഒരു വീഡിയോ ജനറേറ്റ് ചെയ്യാൻ കഴിയും എന്ന് പറഞ്ഞു വെക്കുമ്പോൾ അവിടെ നമ്മുടെ പേഴ്സണൽ ഡാറ്റയെ എത്രത്തോളം സെക്യൂറാക്കി വെക്കണം എന്നതും കൂടി അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഈ ഒരു വീഡിയോ ജസ്റ്റ് ഒരു കാർട്ടൂണിക് പിക്ചറായിട്ട് അല്ലെങ്കിൽ ഒരു കാർട്ടൂണിക് വീഡിയോ ആയിട്ട് മാത്രമല്ല, വളരെ റിയലിസ്റ്റിക് ആയിട്ട്, അതോടൊപ്പം തന്നെ ഇമോഷണൽ, ഓരോ ഉപയോഗിക്കുന്ന ഒരു വേർഡ്സിലും എങ്ങനെയായിരിക്കണം ഒരു ഹ്യൂമൻ്റെ ഇമോഷണൽ, അതേ ഇമോഷനിൽ തന്നെ ആ ഒരു വീഡിയോ ജനറേറ്റ് ചെയ്യാൻ ഇനി AIക്ക് കഴിയുന്നുണ്ട്. മൈക്രോസോഫ്റ്റ് വാസ 1ൻ്റെ ഒരു റെവല്യൂഷനാണ് അവിടെ കാണുന്നത്. ഒരു പക്ഷേ മൈക്രോസോഫ്റ്റിൻ്റെ വാസ 2 ഇതിലും അഡ്വാൻസ്ഡ് ആയിട്ട് വരാൻ സാധ്യത ഉണ്ട് എന്നാണ് വാസ 1 എന്ന് സൂചിപ്പിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. നമ്മുടെ പേഴ്സണൽ ഡാറ്റയെ എത്രത്തോളം സെക്യൂർ ആയിരിക്കണം എന്നും കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം നമ്മുടെ പിക്ചറും നമ്മുടെ ഒരു വോയിസും കിട്ടുമ്പോൾ അതൊരു വീഡിയോയിലേക്ക് മാറ്റാൻ കഴിയുന്നുണ്ടെങ്കിൽ നമ്മളെ വെച്ചിട്ട് പല രീതിയിലും പല വീഡിയോസും ഉണ്ടാക്കാൻ ഈ ഒരു മൈക്രോസോഫ്റ്റ് വാസക്ക് കഴിയും. പല തെളിവുകളും ഇപ്പോൾ ഇന്നത്തെ കാലത്ത് കോടതിയിൽ വീഡിയോസും ഒരു തെളിവായിട്ടൊരു പ്രൂഫായിട്ട് വെക്കാൻ കഴിയുന്നുണ്ട്. ആ ഒരു സമയത്ത് എങ്ങനെ ആ ഒരു വീഡിയോ വേണമെങ്കിൽ ഇയാളുടെ ഒരു വീഡിയോ വെച്ച് ഇയാളുടെ ഒരു പിക്ചറും ഒരു വോയിസിൻ്റെ കട്ടും കിട്ടാൻ, ഇപ്പോൾ ഒരു വോയിസിൻ്റെ കട്ടും നമ്മുടെ ഒരു പിക്ചറും കിട്ടാൻ വലിയ പണിയുള്ളൊരു കാര്യമല്ല. നമ്മുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ, ഫേസ്ബുക്ക് അക്കൗണ്ടിലൊക്കെ നമ്മൾ ഒരുപാട് നമ്മുടെ പിക്ചേഴ്സും നമ്മുടെ റീലും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുമ്പോൾ അതൊക്കെ ഡാറ്റയാണ്. അതുകൊണ്ടാണ് പീറ്റർ പറഞ്ഞത് ഈ 21-ാം നൂറ്റാണ്ടിൻ്റെ ഓയിൽ ഡാറ്റയാണെന്ന് പറയാനുള്ള കാരണം അതുകൊണ്ടാണ്. ഈ ഒരു ഡാറ്റ വെച്ചിട്ട് എന്തും ചെയ്യാൻ AIനെ കൊണ്ട് കഴിയുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ പേഴ്സണൽ ഡാറ്റ അത് മാക്സിമം സെക്യൂറാക്കി വെക്കാൻ ശ്രമിക്കുക. കണ്ടോ, വളരെ ഇമോഷണൽ എങ്ങനെയാണോ ആ മുഖത്തിൻ്റെയൊക്കെ ആ ഒരു ഭാവം നോക്കുക, ആ ഭാവം മാറുന്നത് നിങ്ങൾ നോക്കൂ, വളരെ വ്യക്തമായിട്ട്. Instead of doing something else, I just listened and listened, because I'm a true believer that if you're really bad at something like listening, for example, it only shows you that, hey, you have to practice listening as much as you can. We introduce Vasa, a framework for generating lifelike talking faces with appealing visual effective skills. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾക്ക് ഉപയോഗിക്കുമ്പോൾ വളരെ സൂക്ഷ്മമായിട്ട് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. കാരണം ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളൊക്കെ ഫ്രീ ആണ്. നോക്കൂ, ഇൻസ്റ്റഗ്രാം പെയ്ഡല്ല, വാട്സപ്പ് പെയ്ഡല്ല, ഫേസ്ബുക്ക് പെയ്ഡല്ല.
പക്ഷേ ഇതിലൂടെയൊക്കെ റണ്ണ് ചെയ്യുന്നത് അത് നമ്മുടെ ഡാറ്റയാണ്, നിങ്ങൾ മനസ്സിലാക്കണം. ഇപ്പോൾ അടുത്ത് ആപ്പിൾ ഒരു AI മോഡൽ ഉണ്ടാക്കാൻ ശ്രമിച്ചപ്പോൾ, അതിനുവേണ്ടി അവർ ട്രൈ ചെയ്തപ്പോൾ അവർക്കതിന് കഴിഞ്ഞില്ല. കാരണം എന്താ, അത്രയും ഹ്യൂജ് എമൗണ്ട് ഡാറ്റ അവരുടെ കയ്യിലില്ല. എന്തുകൊണ്ടാണ് അവരുടെ കയ്യിൽ അത്ര ഡാറ്റ ഇല്ലാതെ പോയത്? കാരണം അവരൊരു പ്രൈവസി ബേസ്ഡ് കമ്പനിയാണ്. അപ്പോൾ അവർക്ക് അത്രത്തോളം ഡാറ്റ കളക്ട് ചെയ്യാനും അത് ഉപയോഗിക്കാനും കഴിയുന്നില്ല. അത് അവർ യൂസറിൻ്റെ ഡാറ്റയ്ക്ക് പ്രൈവസി നൽകുന്നൊരു കമ്പനി. എന്നിട്ട് അവരെന്താ ചെയ്തത്, ഈ AI മോഡൽ ഉണ്ടാക്കാൻ വേണ്ടി അവരെന്താ ചെയ്തത്, അവർ ഗൂഗിളുമായിട്ട് കൊലാബറേറ്റ് ചെയ്തിട്ട് അവർ AI മോഡൽ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. അപ്പോൾ ഗൂഗിൾക്ക് എവിടെ നിന്നായിരിക്കും ഡാറ്റ കിട്ടിയിട്ടുള്ളത്? തീർച്ചയായും അത് നമ്മുടെ ഡാറ്റയാണ്. നമ്മൾ ഗൂഗിളിൽ ഉപയോഗിച്ച ഡാറ്റ നമ്മൾ ഗൂഗിളിലേക്ക് അപ്ലോഡ് ചെയ്തതും പിന്നെ ഗൂഗിളിൽ സെർച്ച് ചെയ്തതുമായിട്ടുള്ള ഡാറ്റയാണ് ഗൂഗിളിൻ്റെ കയ്യിലുള്ള ഡാറ്റ. ആ ഡാറ്റ വെച്ചിട്ടാണ് അവർ അവരുടെ AI മോഡലിനെയൊക്കെ ട്രെയിൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഡാറ്റ കാര്യങ്ങളൊക്കെ പരമാവധി സെക്യൂർ ആക്കാൻ ശ്രദ്ധിക്കുക. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. സൈനിങ് ഓഫ് 8 to 7.